നെയ്മർ ജൂനിയർ ടു സാന്റോസ്. പഴയ യാത്ര, പഴയ കാലഘട്ടത്തിലേക്ക്, പഴയ ക്ലബിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ തിരിച്ചുപോക്ക് എന്നാണ്, അല്ലെങ്കിൽ അൽ ഹിലാലിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ് എന്താണ്? ഇപ്പോൾ ട്രാൻസ്ഫർ ന്യൂസുകളിൽ കൂടുതൽ ആളുകൾ ചെക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് നെയ്മറിൻ്റെ ട്രാൻസ്ഫർ ന്യൂസുകളിലെ. അൽ ഹിലാലിൽ സൗദി പ്രോ ലീഗിൽ അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യുകയില്ല എന്ന് പരിശീലകർ അറിയിച്ചതോടുകൂടി അദ്ദേഹം ക്ലബ്ബ് വിടുമെന്നുള്ള കാര്യം ഉറപ്പായി. ഇനി എങ്ങോട്ടാണ് എന്നുള്ളതാണ്. സാന്റോസിലേക്ക് തന്നെ ചേക്കേറിയേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടാകും, പക്ഷേ കൺഫേം ആയിട്ടുണ്ടായില്ല എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത്. ഇപ്പോൾ സൗദിയിൽ നിന്നും അതുപോലെ തന്നെ സാന്റോസിൻ്റെ അപ്ഡേഷനുകളൊക്കെ തരുന്ന സോഴ്സുകളൊക്കെ പറയുന്നത് 1-ാം തീയതി അദ്ദേഹത്തെ സാന്റോസിൽ പ്രസൻറ്റ് ചെയ്യുമെന്നാണ്. സാന്റോസിൽ പ്രസൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ 5-ാം തീയതി അദ്ദേഹം ആദ്യ മത്സരത്തിന് തിരിച്ചുവരവിലെ, സാന്റോസിലേക്കുള്ള 2ാമത്തെ തിരിച്ചുവരവിലെ ആദ്യത്തെ മത്സരത്തിലേക്ക് ഇറങ്ങും എന്നൊക്കെയാണ് അപ്ഡേഷനുകൾ വരുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ കരിയർ, സൗദിയിൽ അദ്ദേഹം പോയ ദിവസങ്ങൾ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും നഷ്ടമാണ് അല്ലേ. ഇത്രയും ദിവസങ്ങൾ വെറുതെ പരിക്ക് പറ്റി പുറത്തു പോയി, അല്ലെങ്കിൽ കളിക്കാൻ തന്നെ കഴിഞ്ഞില്ല. 2022 ഖത്തർ വേൾഡ് കപ്പിന് ശേഷം വെറും 22 മത്സരങ്ങളാണ് നെയ്മർ കളിച്ചത്. 2 സൈഡിൽ നിന്നും, ക്ലബ്ബ് ലെവലിലും നാഷണൽ ലെവലിലും വെറും 22 മത്സരങ്ങൾ. ഒരുപാട് കരിയർ മൊത്തം നഷ്ടം തന്നെ അല്ലേ. ആ കോൺഫെഡറേഷൻ കപ്പ് ബ്രസീലിന് വേണ്ടിയിട്ട് നേടി, അല്ലെങ്കിൽ ആ ബാഴ്സലോണയിലെ ടൈമുകൾ, മെസ്സിയുമായിട്ടുള്ള സമയങ്ങൾ, PSG വന്ന തുടക്കത്തിലുള്ള സമയങ്ങൾ, അല്ലെങ്കിൽ സാന്റോസിലെ സമയങ്ങൾ, ബ്രസീലിലെ കരിയർ വല്ലാതെ കുഴപ്പമില്ല. അതൊക്കെ എടുത്ത് മാറ്റിയാൽ ഈ അവസാനഘട്ട വർഷങ്ങളിലെ സമയങ്ങൾ മൊത്തം നെയ്മറിന് നഷ്ടമാണ്. ഏതായാലും സാന്റോസിൽ പോയിട്ട് അദ്ദേഹം പഴയ ക്ലബ്ബിലേക്ക് പോയിട്ട് അദ്ദേഹത്തിന് ആ പഴയ നിലവാരത്തിലേക്ക് എത്താൻ കഴിയട്ടെ. ബ്രസീലിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം തന്നെ 2026 വേൾഡ് കപ്പ് അദ്ദേഹത്തിന് നേടാൻ കഴിയട്ടെ എന്നൊക്കെ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം. ഏതായാലും സാന്റോസിൽ 1-ാം തീയതി അദ്ദേഹത്തെ പ്രസൻറ്റ് ചെയ്യും. 5-ാം തീയതി അദ്ദേഹം സാന്റോസിന് വേണ്ടിയിട്ട് ആദ്യ മത്സരത്തിൽ ബൂട്ട് കെട്ടും എന്നൊക്കെയാണ് ഇപ്പോൾ സോഴ്സുകളിലൊക്കെ പുറത്തു വരുന്ന വിവരങ്ങൾ.